ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ മലയാളികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാനിലെ സഹോദരനും സഹോദരിയും കൂടി അപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇന്നലെയും ഇന്നുമായിട്ട് എമ്പുരാൻ ടീം അവരുടെ ക്യാരക്ടേഴ്സിനെ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോ ആ സഹോദരനും സഹോദരിയും ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പ്രിയദർശിനി രാംദാസായി എത്തിയ മഞ്ജു വാര്യരും അതുപോലെ തന്നെ ജതിൻ രാംദാസായി എത്തിയ ടൊവിനോ തോമസുമാണ് ക്യാരക്ടർ നമ്പർ 5 and 4. അപ്പോ പ്രിയദർശിനി രാംദാസ് അഥവാ നമ്മുടെ മഞ്ജു വാര്യർ വലിയൊരു രാഷ്ട്രീയ നേതാവിന്റെ മകളായി ജീവിക്കുമ്പോഴും രാഷ്ട്രീയത്തെക്കാൾ ഏറെ കുടുംബത്തെയും സ്വന്തം മക്കളെയും ഒക്കെ സ്നേഹിച്ച ലൂസിഫറിലെ പ്രിയദർശിനി രാംദാസ്, ലൂസിഫറിലെ നമ്മുടെ പ്രിയപ്പെട്ട പവർഫുൾ ലേഡി മഞ്ജു വാര്യർ. അപ്പോ ആ പവർഫുൾ ലേഡിയുടെ പെർഫോമൻസ് നമുക്ക് എമ്പുരാനിലും കാണാനായി കഴിയും. മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ മുണ്ട് മടക്കി കുത്താനും അറിയാം എന്ന മാസ് ഡയലോഗ് പ്രസന്റ് ചെയ്തുകൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി നേടിയ നമ്മുടെ പ്രിയപ്പെട്ട ടൊവിനോ തോമസ്, രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ലാതിരുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ മകനായ ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ നമ്മുടെ ടൊവിനോ തോമസ്, സിനിമയുടെ അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുന്ന ടൊവിനോ തോമസ്. അപ്പോ ക്യാരക്ടർ നമ്പർ 4 ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടൊവിനോ തോമസ് ആണ്, ജതിൻ രാംദാസ്. അപ്പോ എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ കാത്തിരിക്കുന്ന ഒന്നുണ്ട്, നായകനോളം പ്രാധാന്യമുള്ള വില്ലനാര്. ഇനി പുറത്തു വരേണ്ട ക്യാരക്ടേഴ്സ് 3 പേർ മാത്രമാണ്. അതിൽ 2 പേർ ആരായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പുള്ളതാണ്. പക്ഷേ ഇപ്പോഴും നിഗൂഢതയിൽ ഒളിച്ചിരിക്കുന്ന ആ വില്ലൻ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഏതാണ് എന്നറിയാൻ നമുക്ക് കുറച്ച് സമയങ്ങൾ കൂടി കാത്തിരിക്കാം. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.